എത്ര പറയുവാൻ എൻ്റെ പ്രകൃതിയെ കുറിച്ചിനി എന്തു പറയുവാൻ നമ്മളല്ലേ പറയൂ. പാഴക്കപ്പം, ഉഴുന്നോട, പരിപ്പോട എല്ലാം ഉണ്ട്. എല്ലാം 5 രൂപയുള്ളൂ. 5 രൂപയുള്ളൂ. ഇനി നമുക്ക് പിന്നെ ഒരു തൂക്കുപാലമാണ്. 5 രൂപയ്ക്ക് വേണ്ടി വട എങ്ങനെ ഇടണമെന്നാണ് കൈകൊണ്ട്. തൂക്കുപാലത്തിന് അകത്തോടാണ് നമ്മുടെ യാത്ര അല്ലേ മാഷേ? നമുക്ക് അകത്തോട്ടുള്ള യാത്ര കാണാം. അതുപോലെ തന്നെ ഒരു തൂക്കുപാലത്തിനകത്തുള്ള ആ ഒരു ദൃശ്യമാണ്. എന്തായാലും നമുക്ക് ഒരു ചരിത്ര പ്രശസ്തമായ ഈ ഒരു പാലം നമുക്ക് സമ്മാനിച്ച ഒരു ബ്രിട്ടീഷ് കാലത്താണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു കാറ്റിനകത്തുള്ള ഒരു അരുവി കണ്ടപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ്. മഞ്ഞുരുകി വരുന്ന തണുപ്പ്, കോടമഞ്ഞിൻ്റെ ഒരു ഫീലിംഗ് നല്ല രസമാണ്. അതായത് പുലനൂർ തൂക്കുപാലം കഴിഞ്ഞ് നമുക്ക് അച്ചൻകോവിലോട്ട് പോകുന്ന വനമേഖലയ്ക്കകത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇടത് സൈഡ് ഒരു നല്ലൊരു കുളിക്കടവെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വലിയൊരു തോതിൽ വെള്ളമൊക്കെ ഒലിച്ച് പോകുന്ന ഒരു ഇതാണ്. പാറക്കെട്ടും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ടുള്ള ഒരു മേഖലയാണിത്. ചെമ്പനരുവിയിലെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. എന്ത് രസമെന്നറിയാമോ? കാര്യം നല്ല 2 വശത്തുള്ള കാടുകൾ ഇങ്ങനെ കൂടി കിടക്കുകയാണ്. മരങ്ങളിങ്ങനെ കൂടി ഒരു ഇരുളമായി കിടക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നത്. നമ്മളെ മാഷ വെള്ളച്ചാട്ടത്തിൽ പോയി മറിയാണ്. മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കണ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. Farmer Field School, EISA method. This field is EISA method, Agriculture Ecological Engineering System Analysis. What is the main object? IPM, Integrated Pest and Disease Management. Hello guys. അങ്ങനെ ഞാനും മാഷും കൂടെ ആയിട്ടൊരു നല്ലൊരു വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാഷ് നമ്മളെ ഫ്രണ്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്, ബുള്ളറ്റിൽ പോകുന്നുണ്ട്. ഞാൻ പൾസർ 190 റൈഡ് ചെയ്യുന്നത്. നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു 1-2 സ്ഥലങ്ങൾ കാണാനാണ്. ആന ഇറങ്ങുന്ന കാട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. എവിടെയാണ്? ആന ഇറങ്ങുന്ന കാട്ടിൽ ഞാനും മാഷും. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ആർദ്രമായ സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയ്ക്ക് അടുത്തുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളിലാണ്. വഴിയിൽ വെച്ച് മാഷിനെ കണ്ടു. മാഷ് ഞാനും കൂടെ ആയിട്ട് യാത്ര തുടങ്ങി. മാഷ് ബുള്ളറ്റിൽ ഫ്രണ്ടിൽ പോകുന്നു. ഞാൻ പൾസർ 190 തൊട്ടടുത്ത് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ്, യാത്രയുടെ നല്ല ഒരു രക്ഷയില്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഡിസംബർ മാസം കൂടെയാണ്. അതുകൊണ്ട് നല്ല മഞ്ഞുമുണ്ട്, നല്ല തണുപ്പുണ്ട് യാത്രയിൽ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഗ്ലൗസൊക്കെ എടുത്തിടണം. എന്തായാലും നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുലനൂർ തൂക്കുപാലത്തിനടുത്ത് വന്നപ്പോൾ കണ്ട ഒരു ചായക്കടയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് യാത്ര തുടരുകയാണ്. ചേട്ടൻ്റെ പേര് പറഞ്ഞോ? അറുമുഖം. പുലനൂര് ഈ മേഖലയിലാണ്. ഒരു കട തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ അറുമുഖം ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ച്. ചായക്ക് ഇവിടെ എത്രയാണ്? 5 രൂപ ചായ, 5 രൂപ കടയാണ്. അപ്പോൾ എല്ലാവരും ഈ പുലനൂർ തൂക്കുപാലം മേഖലയിൽ വരുന്നവരെല്ലാം ഈ അറുമുഖം ചേട്ടൻ്റെ കട ഒന്ന് കയറി സന്ദർശിക്കണം. ഓക്കെ. ചായ 5 രൂപ, വട 5 രൂപ. നല്ല ഒരു കടയാണ്. ഗ്രീൻ ചില്ലി എന്നാണ് കടയുടെ പേര്. ഗ്രീൻ ചില്ലി അല്ലേ ഏട്ടാ? നമ്മളൊരു ചായക്കട കണ്ടു. അപ്പോൾ മാഷും ഞാനും കൂടെ ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് എങ്ങനെയുണ്ട് കട? പാഴക്കപ്പം, ഉഴുന്നോട, പരിപ്പോട എല്ലാം ഉണ്ട്. എല്ലാം 5 രൂപയുള്ളൂ. 5 രൂപയുള്ളൂ. ഇനി നമുക്ക് പിന്നെ ഒരു തൂക്കുപാലമാണ്. 5 രൂപയ്ക്ക് വേണ്ടി വട എങ്ങനെ ഇടണമെന്നാണ് കൈകൊണ്ട്. സംഭവം തന്നെ കേട്ടോ. ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം.
തൂക്കുപാലത്തിന് അകത്തോട്ടാണ് അടുത്ത നമ്മുടെ യാത്ര അല്ല മാഷേ? നമുക്ക് അകത്തോട്ടുള്ള യാത്ര കാണാം. എന്താണ് പറയാനുള്ളത് തൂക്കുപാലത്തിൽ? തൂക്കുപാലം ചരിത്ര പ്രസിദ്ധമായ ഒരു പാലമാണ്. ഇത് ശരിക്കും ബ്രിട്ടീഷുകാരാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചത്. വളരെ ചരിത്ര പ്രസിദ്ധമായ പാലമാണ് ഇത്. ഒത്തിരിയേറെ കടമ്പകൾ കടന്നാണ് ഈ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. ഇത് വളരെയേറെ നമുക്ക് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പഠിക്കാനുണ്ട്. വരിക, എല്ലാവരും വന്ന് കാണുക. എനിക്ക് തോന്നുന്നു ആൾക്കാർ നടന്നു പോകുന്ന തടിയാണെന്ന് തോന്നുന്നു. തടിയിലാണ് ഇത് തറ നടന്നു പോകുന്ന ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത്. ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് വർഷങ്ങളായിട്ട് നിർമ്മിതമായ ഒരു പാലമാണ് നല്ല രീതിയിൽ. കാരണം പുനലൂർ എന്ന് പറയുമ്പോൾ ചാക്കിൻ്റെയും തേടിയുടെയും പല തടികളുടെയും ഒക്കെ ഒരു കേന്ദ്രമാണല്ലോ പുനലൂർ. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ കല്ലുകൾ കൊണ്ട് പിന്നെ സ്ട്രക്ചർ ചെയ്തിട്ട് ശരിക്കിത് തടി കൊണ്ടുള്ള തൂക്കുപാലമാണ്. എന്തായാലും നമുക്ക് അകത്ത് കയറി ഒന്ന് കാണാൻ. അകത്ത് കയറി നമുക്കൊന്ന് കാണാം. ആ ഒരു നമ്മൾ പറയണതിനെക്കാട്ടി നിങ്ങൾക്ക് നേരിട്ട് കാണാം. പ്രകൃതിയുടെ കളിത്തോട്ടിൽ തന്നെയാണ് പുനലൂർ തൂക്കുപാലം. അങ്ങനെ നമ്മൾ ചരിത്ര പ്രശസ്തമായ കൊല്ലത്ത് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ തറ, അതായത് നമ്മൾ നടന്നു പോകുന്ന ഭാഗങ്ങളെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തേക്കോ ഈട്ടിയോ അങ്ങനെ വളരെ വലിയ ബലം കൂടിയ തടികളാണ്. ഇടയ്ക്ക് നമുക്ക് 2 ആർച്ച് നമുക്ക് കാണുന്നുണ്ട്. കോട്ട, അതായത് കരിങ്കല്ലിൽ പണിത കോട്ട. അതിൽ 1877 എന്ന് ആണ് അതിൻ്റെ ഒരു ഇതടിച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ആ തൂക്കുപാലത്തിൻ്റെ വർഷം ആയിരിക്കാനാണ് സാധ്യത. താഴെക്കൂടെ ഒരു വലിയൊരു നദി ഒഴുകുന്നതും നമുക്ക് കാണാം. അങ്ങനെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുനലൂർ തൂക്കുപാലത്തിനകത്തുള്ള ആ ഒരു ദൃശ്യമാണ്. എന്തായാലും നമുക്ക് ഒരു ചരിത്ര പ്രശസ്തമായ ഈ ഒരു പാലം നമുക്ക് സമ്മാനിച്ച ഒരു ബ്രിട്ടീഷ് കാലത്താണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കൊറോണയുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ രീതികളും നടപ്പാക്കിയാണ് ഇതിനകത്തോട്ട് ആൾക്കാരെ കടത്തി വിടുന്നത്. എന്തായാലും നമ്മളിവിടെ വരുമ്പം ഇവിടെ ഫ്രണ്ടിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. അതിൽ പേരെഴുതണം, നമ്മുടെ സ്ഥലം എഴുതണം, ഫോൺ നമ്പർ എഴുതണം, ഇത്രയും എഴുതണം. അതേപോലെ പുറത്ത് പോലീസ് ഒരു സ്ക്വാഡ് നിൽപ്പുണ്ട്. എന്തായാലും രാവിലെ ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ്. ഇതാണ് പുനലൂർ തൂക്കുപാലം. ഇതിൻ്റെ സൈഡിൽ വേറെ കടകളും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാലും ആ തൂക്കുപാലത്തിനകത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് ടെക് ട്രാവലിംഗ് നന്ദകുമാറിൻ്റെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. അതെ, അതാ മാഷ് ഭയങ്കര ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. ഇതിന്റെ പേരെന്താ? ആറാണ് ഇതിന്റെ നദിയാണ്? നദി പമ്പാ നദിയാണ്. ഈ തൂക്കുപാലത്തിനടിയിൽ കൂടിയാണ് പമ്പാ നദി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ അപ്പുറത്തൊരു മറ്റേ ഇതാണെന്ന് തോന്നുന്നു അല്ലേ, നമ്മളെ മറ്റേ അത് റെയിൽവേയുടെ അവിടെ കണ്ടത്. അതെ, പുനലൂര് ചെങ്കോട്ട റെയിൽവേ. നമ്മൾ മറ്റേ 13 കല്ലറ പാലം ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് പുറത്ത് കിടക്കുന്ന റെയിൽവേ ബ്രിഡ്ജ്. അതേപോലെ പുനലൂർ പാലത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് ടെക് ട്രാവലിംഗ് നന്ദകുമാറിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാനൊന്നും അറിയില്ല. ഈ പ്രകൃതി രമണീയമായ ഈ പാലം കണ്ടപ്പോൾ ഞാൻ അറിയാതെ പാടിപ്പോവുകയാണ്. നഗ്നത മറയ്ക്കുവാൻ കാടുകേറുന്നൊരു യുവതി നിന്നെ ഞാൻ തൂക്കുപാലമെന്നു വിളിച്ചോട്ടെ. പുനലൂരിൻ്റെ നഗ്നത മറയ്ക്കുവാൻ നീ ഉടയാടകളണിഞ്ഞു
ഇങ്ങനെ വിലസുന്നതാർക്കു വേണ്ടി? വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇനി നിനക്കു മൺമറയാൻ സമയമായില്ലെന്നടുത്ത തലമുറയും വിളിച്ചോതുന്നു. തടികളിൽ സ്ട്രക്ചറു തീർത്തു പണിതാം തൂക്കുപാലങ്ങളിൽ നീ നഗ്നത മറയ്ക്കുവാൻ എന്നോ മുന്നേ ഇവിടെ വന്നതാണ്. നിന്നെ ഞാൻ നഗ്നത മറയ്ക്കുവാൻ കാടുകേറ്റുന്നില്ല. ഈ സിറ്റിയുടെ തിരഗ്നിയിൽ നിന്നെ നിലനിർത്തി കടന്നു പോകുന്നു ഞാൻ. നിന്നെ ഞാൻ ഗുഡ് ബൈ പറയുന്നു പാലമേ. പാലമേ, ഇനിയും നീ വർഷങ്ങൾ ഇനിയും കഴിയും വരെ ഞാനിനി പോയിട്ട് മടങ്ങി വരുന്നത് വരെ നീ ഇവിടെ ഉണ്ടാകണം. ഓക്കേ. തൂക്കുപാലത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമ്മുടെ മാഷിൻ്റെ കുറച്ച് കവിതയും കൂടെ ആയപ്പം എന്തായാലും അതൊരു പൊളിയാണെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് വളരെ ആദ്യം തമാശയായിട്ട് തിരിച്ചെങ്കിലും പിന്നെ ഒരു ഗൗരവമായിട്ടെടുത്ത് ആ കവിത കേട്ടുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും തൂക്കുപാലം കണ്ടു. നമുക്ക് ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല. ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ ഇതിൻ്റെ അത്രേ ഉള്ളൂ. 200 മീറ്ററുള്ള ഈ തൂക്കുപാലത്തിൻ്റെ നീളം. തറ മൊത്തം നമ്മളെ ടാക്സോ ഈട്ടിയോ അങ്ങനെ അത് കണക്കുള്ള തടികൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോഴൊക്കെ തൂക്കുപാലം വിട പറഞ്ഞ് പുനലൂരിനെയും വിട പറഞ്ഞ് നമ്മൾ അടുത്ത ആന ഇറങ്ങുന്ന കാട്ടിലൂടെയാണ് ഞാനും മാഷും അടുത്ത യാത്ര തുടങ്ങുന്നത്. നല്ല മഞ്ഞുരുകി വരുന്ന തണുപ്പ്, കോടമഞ്ഞിൻ്റെ ഒരു ഫീലിംഗ്, നല്ല രസമാണ്. അതായത് പുനലൂർ തൂക്കുപാലം കഴിഞ്ഞ് നമുക്ക് അച്ചൻകോവിലോട്ട് പോകുന്ന ആ വനമേഖലയ്ക്കകത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇടത് സൈഡ് ഒരു നല്ലൊരു കുളിക്കടവെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വലിയൊരു തോതിൽ വെള്ളമൊക്കെ ഒലിച്ച് പോകുന്ന ഒരു ഇതാണ്. പാറക്കെട്ടും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ടുള്ള ഒരു മേഖലയാണിത്. അവിടെ അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇറങ്ങുന്നില്ല. നമ്മൾ പോകുന്ന വഴി കണ്ട് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാട്ടിനകത്തുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പം അച്ചൻകോവിലോട്ട്, അതായത് പുനലൂർ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് അച്ചൻകോവിലോട്ടുള്ള ഫോറസ്റ്റിനകത്തോടുള്ള യാത്രയിൽ ഒരു ചെറിയൊരു കാട്ടിനകത്തുള്ള ഒരു അരുവി കണ്ടപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ്. അല്ല, അതിമനോഹരമായ സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു മല, അതാണ് നമ്മളിവിടെ നിർത്തിയത്. ഒരു രക്ഷയില്ല. അതായത് മല കംപ്ലീറ്റ് പച്ച നിറത്തിൽ പുല്ലൊക്കെ കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയത്. ഫോറസ്റ്റിനകത്തുള്ള മനോഹരമായ ഒരു കാഴ്ചക്കിടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു ഒരു രക്ഷയിലെ ഒരു അന്യായമായ ഒരു വ്യൂ പോയിൻ്റ് കിട്ടി. അപ്പം നമ്മളിപ്പം അച്ചൻകോവിലോട്ട് ഫോറസ്റ്റ് കയറിയില്ല. നമ്മൾ സാധാരണ ഒരു നാട്ടുപാതയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അതിനകത്തുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പം കാണുന്നത്. ഒരു രക്ഷയില്ല. ഒരു വീക്ക് പോയിന്റിലാണ് നമ്മൾ ശരിക്കും നിൽക്കുന്നത്. കംപ്ലീറ്റ് പോയി എന്ത് ചെയ്യാൻ, മൊബൈൽ റേഞ്ചൊന്നുമില്ല. റേഞ്ച് മൊത്തം കട്ടായി. ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് മുന്നോട്ടുള്ള വഴി തടസ്സപ്പെട്ടു. ഓരോ ആൾക്കാരുടെയും സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലരും തെറ്റിച്ചൊക്കെയാണ് പറയുന്നത്. എവിടെ കൂടിയൊക്കെ കയറി പോകുന്നു. മൺപാതയായിരുന്നെങ്കിൽ പിന്നും റൈഡ് ചെയ്ത് പോകാമായിരുന്നെന്നാണ്. റോഡ് വളരെ മോശമാണ്. ഫോറസ്റ്റിനകത്ത് നമ്മളിപ്പോൾ യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശകരമായ റോഡ് തന്നെയാണ്. ദുർഘടമായ പാതയിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വേണം, നിങ്ങൾ ഇടയ്ക്ക് വിളിക്കണം. ശരിക്കും വലിയ ഒരു ഫോറസ്റ്റിനകത്തായി. മൊബൈലെല്ലാം ഡെറ്റായി. റേഞ്ചൊന്നുമില്ല. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാര്യം ഏറ്റവും കൂടുതൽ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കുരങ്ങന്മാർ പോകണം കേട്ടോ. നമ്മളെ മാഷ് അവിടെ പോയി ഒരു തടി ഒഴിവെന്ന തടി കണ്ട പതി കയറി ഇരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. നമ്മൾ ഈ നല്ല ആഴമുണ്ട്. ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല നമ്മളെ അരയോളം വെള്ളമുണ്ട്. നല്ല മീനും ഒരുപാട് ഇതിൽ വലിയ വലിയ മീനിനെയും കാണാൻ കഴിയുന്നു. ചെമ്പനരുവിയിലെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ആൾക്കാർക്ക് കുളിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. എന്തായാലും നമുക്കിനി കൂടുതൽ കാഴ്ച കഴിഞ്ഞ് മുന്നോട്ടുണ്ട്. മഷ പോവാം. ഇങ്ങോട്ടല്ലേ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? പേര് മഹാദേവർ മൺ ക്ഷേത്രം. ആ സ്ഥലം മാറ്റണം. ഏത് സ്ഥലത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത്? ഇത് പിന്നെ ജില്ല കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ മഹാദേവർ ജില്ലയുടെ പത്തനാപുരം താലൂക്ക്. നമ്മളങ്ങനെ ഫോറസ്റ്റിനകത്തൊരു സ്ഥലം കണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകലെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു. ഇനി നമ്മൾ മാഷിനെ കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പം കുളിക്കാനുള്ള നല്ലൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് നമുക്കത് വഴി നേരെ അച്ചൻകോവിൽ, അവിടെ നിന്ന് നേരെ ചെങ്കോട്ട വഴി തിരുവനന്തപുരം. പുലനൂരിൽ നിന്ന് അച്ചൻകോവിലോട്ട് പോകുന്ന കാട്ടിനകത്ത് ഫോറസ്റ്റിനകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് കണ്ട കുറേ ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ മുന്നിൽ കണ്ടത്. അപ്പോൾ അതേപോലെ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം അത് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരെ കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. നമ്മളെ മാഷും അവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം. മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട് കുളിക്കാൻ. ഇത് വേണ്ട വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. എന്ത് രസമെന്നറിയാമോ? കാര്യം നല്ല 2 വശത്തുള്ള കാടുകൾ ഇങ്ങനെ കൂടി കിടക്കുകയാണ്. മരങ്ങളിങ്ങനെ കൂടി ഒരു ഇരുളമായി കിടക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നത്. 2 സൈഡും മാരകമായ പാറകൾ. ഒരുപാട് ആൾക്കാർ സഞ്ചാരികൾ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു മേഖലയാണിത്. നമുക്കെന്തായാലും അങ്ങോട്ട് നോക്കാം. മാഷ വെള്ളച്ചാട്ടത്തിൽ പോയി മറിയാണ്. മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കണ ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അപ്പുറം സൈഡ് വെള്ളം ഇങ്ങനെ കെട്ടി ലെവലായിട്ട് നിൽക്കുകയാണ്. മനോഹരമായ വെള്ളച്ചാട്ടമാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചയും കൂടെ പോയി കാണാം. അപ്പുറത്ത് നല്ല ആഴമുണ്ടോടാ? അപ്പുറത്താഴമുണ്ടോ? അല്ലേ? എന്തായാലും ഇതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചയും കൂടെ നമുക്ക് കാണാം.
മാഷ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് വെള്ളം വെള്ളം കണ്ടെടുത്ത് ചാടി മീനുകൾ കൊത്തി മുറിവേൽപ്പിച്ചു രംഗം കവർന്നു. ഓ മാഷ് അങ്ങ് അവിടെ പോയി നിൽക്കുകയാണ്. പക്ഷേ കുളിയുടെ അനുഭവം അങ്ങനെ ഉണ്ട്. നമ്മളെ മാഷ് താണ്ട കാട്ടിൽ നിന്ന് കയറി വരണ ഒരു കാഴ്ചയാണ് കാണുന്നത്. താണ്ട വെളിയിൽ നിന്ന് നമ്മൾ വരുന്ന വഴി ഒരു കട കണ്ട് അവിടെ നിന്ന് എത്ര 50 രൂപയുടെ തോർത്തിൻ്റെ വില. 40 രൂപ എടുത്തൊരു തോർത്തൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്നുടനെ പുഴ കണ്ടുടനെ എല്ലാം വലിച്ചൂരി കളഞ്ഞ് എടുത്തൊരു സ്റ്റാർട്ടുണ്ട്. മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. അടിപൊളി സ്ഥലം. ഒരു തിരുവനന്തപുരത്ത് നിന്ന് അത്ര ഒരു 80 കിലോമീറ്റർ വരുമോ? ഇവിടെ 80 കൂടുതലുണ്ട്. 80 കൂടുതൽ വരും കേട്ടോ. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ മനോഹരമായിട്ട് ഇവിടെ വന്ന് കുളിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നല്ല ഫോറസ്റ്റിനകത്തുള്ള ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ടുണ്ടെന്ന് പറയുന്നത് വേറെ. അതെ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഒരുപാട് ആൾക്കാരൊക്കെ ഈ പ്രകൃതിയുടെ ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മൃഗങ്ങളും ഉണ്ട് കേട്ടോ. ഉച്ചയായതുകൊണ്ട് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഹലോ കേസ്, ഒരു രക്ഷയില്ല കേട്ടോ. 30 കിലോമീറ്റർ വനത്തിനകത്തൂടെ ഓഫ് റോഡ്. കണ്ണൂരിൽ നിന്ന് അച്ചൻകോവിൽ വരുന്ന ഫോറസ്റ്റിനകത്തോട്ടുള്ള റോഡാണിത്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ കൂടുതലായി ഇതിനകത്ത് കയറിയിട്ട്. ഈ ആറിൻ്റെ വീതി കണ്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നമ്മളിങ്ങനെ കണ്ട റോപ്പ് ഇട്ടിട്ടുണ്ട്. ഈ റോപ്പ് വഴിയാണ് നമുക്ക് ഈ വള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറിയിട്ട് ഇതിൽ പിടിച്ച് നമുക്ക് നേരെ അങ്ങ് അപ്പുറത്ത് പോകാൻ പറ്റും. അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ മാഷുത ഈ ആറ് കൂടെ നടന്ന് നേരെ അങ്ങോട്ട് പോകണ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ആഴം തറ കാണാൻ പറ്റും കേട്ടോ, പക്ഷേ ഇറങ്ങാൻ ചില സ്ഥലത്തൊക്കെ നമുക്ക് നിലയ്ക്കില്ല. രക്ഷയില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഒരു പട്ടി നോക്കട ഇറങ്ങി ക്രോസ് ചെയ്ത് പോകുന്നത്. കാട്ടാറിനെന്തേ മധുരമിന്ന് നായ്ക്കരിമ്പുകൾ
പൂക്കും അരുവിലായി ഒഴുകുന്ന കാടിനെന്തേ മധുരമിന്ന്. കാട്ടാറു കണ്ടു ഞാൻ, കാട്ടാന കണ്ടു ഞാൻ, ഒഴുകും അരുവിതൻ പുഴയിൽ കുളിച്ചു ഞാൻ. ഓർക്കുന്നു ഈ വസന്തത്തിന്റെ തണൽ തേടി യാത്രയിൽ. അകല്ലെവിടെ പോയി, അകല്ലെവിടെ പോയി. വലിയ കാര്യം അണ്ണൻ ചെന്നങ്ങ് ഇറങ്ങി കൊടുത്തു. ഞാൻ അവരോട് ഇറങ്ങാതെ മനസ്സിലായോ? നിനക്ക് ഇറങ്ങാൻ അറിഞ്ഞൂടാ, അതാണ്. ക്യാമറ വെച്ചിട്ട് വലിയ ഇവിടെ കല്ലിനെ അങ്ങോട്ട് മുന്നോട്ട് ഇട്ടേ, അല്ല ഇങ്ങോട്ട് താടെ കഴിവുണ്ടോ അവിടെ? വേണോ കല്ല്? ഇവിടെ ചറുവാണേ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ചെങ്കോട്ടയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ കൂടെ കയറിയാണ് കുറ്റാലം വഴി നമുക്ക് ഇനിയിപ്പം തിരുവനന്തപുരത്ത് എത്താൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അന്യായ വ്യൂ, പാടം, അതായത് നെൽപ്പാടം കണ്ട് അങ്ങനെയാണ് നിർത്തിയത്. ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ നോക്കണതിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത നെൽപ്പാടം നമ്മുടെ തമിഴ്നാട്ടിലെ സർക്കാർ ഏകദേശം എത്രയോ കിലോമീറ്റർ ചുറ്റളവിൽ പാടം കൃഷി ചെയ്ത് വിഷാംശങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധമായ നെല്ല് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു മേഖലയാണിത്. അതിനെക്കുറിച്ച് ഇവിടുത്തെ ഒരു സാറ്, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു സാറ്, കൃഷി ഓഫീസർ, നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് കൂടുതൽ സാറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. സാർ പറയണം, കേരളത്തിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്? Good evening. I am Sheikh Muhyiddin, Krishi officer, Chengota block. Tamil Nadu government agriculture department having many sorts of technology feed to farmers. A farmer field school, EISA method. This field is EISA method, agriculture, ecological, engineering, system analysis. What is the main object? IPM, Integrated Pest and Disease Management. So the farmer first of all when see the pest or disease take a chemical, no chemical. The burnt crop is the pulses crop and marigold. The pest is one is the beneficiary pest, another the damaged pest.
beneficiary pest increasing this crop. This beneficiary insects all are eating the enemies of other chucking and caterpillar moth. So agriculture department is feeding training field school for farmer, only the product poisonless product, healthy food feed to farmer. So the field activities is going on in Tamil Nadu. Thank you. വെൽക്കം. അപ്പോൾ നമ്മൾ സാറ് പറയുന്നത് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം നല്ല ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു നല്ലൊരു ആഗ്രഹത്തോടു കൂടിയാണ് സാർ നമ്മളോട് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഓക്കെ സാർ, താങ്ക് യു. Thank you. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ യാത്ര തുടങ്ങി. യാത്ര നമുക്ക് ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് ഇനി നമ്മൾ തെന്മല എത്തിയതേ ഉള്ളൂ. തെന്മലയിൽ നിന്നാണ് മുന്നോട്ടുള്ള യാത്ര.